ഒരു റെഡിമെയ്ഡ് ടോപ്പ് നമുക്ക് എങ്ങനെ ഷേപ്പ് ചെയ്യാമെന്ന് നോക്കിയാലോ. നമുക്കൊരു ടോപ്പ് എടുക്കാം. ഈ ടോപ്പിന്റെ അളവിലാക്കി എടുക്കണം. ഈ ടോപ്പ് ഇതിന്റെ ഒരു മെഷർമെന്റ് നമുക്ക് നോക്കിയാലോ. ഇതിന്റെ മെഷർമെന്റ് സ്ലീവ് റൗണ്ട് കേട്ടോ, സ്ലീവ് റൗണ്ട് 5. ഇതിന് ചെസ്റ്റ് റൗണ്ട് നോക്കാം കേട്ടോ. ചെസ്റ്റ് റൗണ്ട് ഫ്രണ്ട് ഓഫ് പാർട്ട് നമുക്ക് 20 ഇഞ്ചായിട്ടേക്കും. ചെസ്റ്റ് റൗണ്ട് 20 ഇഞ്ച്. ചെസ്റ്റ് റൗണ്ട് നമുക്ക് ഇട്ടേക്കുന്ന 20 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ അളവ് എത്രയാണ്? 40. ഇനി വേണ്ടത് നമ്മുടെ ഷേപ്പ് ലെങ്ത്. ഈ വണ്ണം കുറഞ്ഞ ഭാഗം എവിടെ വരെ ഉള്ളതെന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ അളന്ന് നോക്കാം. അപ്പോൾ എനിക്ക് കിട്ടേക്കുന്നത് 13.5. ആ ഷേപ്പ് കേട്ടോ. നമ്മുടെ വണ്ണം കുറഞ്ഞ ടോപ്പിൽ വണ്ണം കുറഞ്ഞ ഭാഗം നമുക്ക് 33.5 കിട്ടേക്കുന്നത്. അവിടെ നമ്മുടെ ഷേപ്പ് റൗണ്ട് ഇങ്ങനെ നോക്കാം. ഈ ഷേപ്പ് റൗണ്ട് നോക്കിയപ്പോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര കിട്ടിയെന്നറിയാം? ഫ്രണ്ട് ഓഫ് പാർട്ട് 19 കിട്ടിയത്. അപ്പോൾ ബാക്ക് പാർട്ടോടെ കൊടുക്കുക എത്രയാണ്? 38 അല്ലേ? അതെങ്ങനെയാണ് നോക്കുന്നത്? 19 + 19. അപ്പോൾ എത്ര കിട്ടിയത്? കണ്ട 38 ഇഞ്ച്. അപ്പോൾ ഇതിൽ ഷേപ്പ് റൗണ്ട് 38, ചെസ്റ്റ് റൗണ്ട് 40, ഫ്രണ്ട് പാർട്ട് 20, ബാക്ക് പാർട്ടോട് കൂടുമ്പോൾ 40. പിന്നെ നമുക്ക് വേണ്ടത് ഷേപ്പ് ലെങ്ത് നോക്കിയിട്ടാണ് ഷേപ്പ് റൗണ്ട്. ഷേപ്പ് ലെങ്ത് ഞാൻ പറഞ്ഞു ടോപ്പിൽ വണ്ണം കുറഞ്ഞ ഭാഗം. അപ്പോൾ അത് 13.5. ആ 13.5 നമുക്ക് വണ്ണം കിട്ടിയത് എത്രയാണ്? ഫ്രണ്ട് ഓഫ് പാർട്ട് 19 + 19 ബാക്കോട് കൂടുമ്പോൾ എത്ര കിട്ടി? 38. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റും ഷേപ്പ് ലെങ്ത്തും ഷേപ്പ് റൗണ്ടും സ്ലീവ് റൗണ്ടും കണ്ടു. ഇനി നമുക്കിത് നമ്മുടെ ടോപ്പിലേക്ക് മാർക്ക് ചെയ്തെങ്ങനെയാണ്? നമ്മുടെ സ്ലീവ് റൗണ്ട് എത്രയായിരുന്നു പറഞ്ഞായിരുന്നേ? 5 അല്ലേ? നമുക്ക് താഴെ സ്ലീവ് റൗണ്ട് ഈ ഭാഗം ഇങ്ങനെ 5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇനി വേണ്ടത് ചെസ്റ്റ്. ചെസ്റ്റ് ഫ്രണ്ട് ഓഫ് പാർട്ട് നമ്മൾ എത്ര പറഞ്ഞേ? 20 എന്നല്ല പറഞ്ഞേ? ബാക്കോടെ കൂടുമ്പോൾ 40 അല്ലേ? ഫ്രണ്ട് ഓഫ് പാർട്ട് നമുക്ക് ആ ടോപ്പിൽ 20 ഇഞ്ചാണ് പറഞ്ഞല്ലേ? അപ്പോൾ ആ 20 നമ്മൾ 20ന്റെ നേർ പകുതി കണ്ട് 20ന്റെ നേർ പകുതി നമുക്ക് 10 ഇഞ്ച്. അപ്പോൾ കാണേണ്ടത് ഈ നെക്കിൻ്റെ പോയിന്റും ഈ ഷോൾഡർ പോയിന്റും കൂടി ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിക്കും. കണ്ടോ? എന്നിട്ട് ഈ നെക്കിൻ്റെ പോയിന്റിൽ നമ്മളൊരു മാർക്കിങ് കൊടുക്കണം. ശേഷം നമ്മൾ അവിടെ നിന്ന് ആ നെക്കിൻ്റെ ആ പോയിന്റിൽ നിന്ന് ഒരു സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കണം. സെൻറ്ററിലേക്ക് കണ്ടോ? ഈ ഈ നെക്കിൻ്റെ ഈ ഫ്രണ്ട് സെൻറ്റർ വച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് ഈക്വലായിട്ട് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊക്കെ ഷേപ്പ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് അയക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഷോൾഡറിൽ നിന്ന് ഈ നെക്ക് പോയിന്റ് കറക്റ്റ് ചെയ്ത് വലിച്ചു പിടിച്ചിട്ട് ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ആ ടോപ്പിൽ കിട്ടി. ഈ ടോപ്പിൽ അളവ് ടോപ്പിൽ കിട്ടിയത് എത്രയാണ്? ഫ്രണ്ട് പാർട്ട് 20 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? 20ന്റെ പകുതി ഈ സെൻറ്റർ പോയിന്റിൽ 10 ഇങ്ങനെ പിടിക്കുക. ഈ ചെസ്റ്റ് പോയിന്റിലേക്ക് 10 കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. +10 കൂടുമ്പോൾ വേണം 20 ഇഞ്ച് കിട്ടുക അല്ലേ? കണ്ടോ? 20 ഇഞ്ച്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് 20, ചെസ്റ്റ് റൗണ്ട് 40, ബാക്കിൻ്റെ കൂടി. അതിന് വേണ്ടത് ഇനി അടുത്ത സെക്ഷൻ വേണ്ടത് ഷേപ്പ് ലെങ്ത്. ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഷേപ്പ് ലെങ്ത് നമുക്ക് നോക്കാം. ഷേപ്പ് ലെങ്ത് നോക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബോഡിയിൽ വണ്ണം കുറഞ്ഞ ഭാഗം അല്ലേ? ഈ ബോഡിയിൽ വണ്ണം കുറഞ്ഞ ഭാഗം ഞാൻ എന്ത് അളവ് ടോപ്പിൽ കാണിച്ചിട്ടില്ലേ? അപ്പോൾ എനിക്ക് കിട്ടിയത് 19 ഇഞ്ച്. അപ്പോൾ ചുറ്റളവ് എത്രയാ? 38. അപ്പോൾ ഈ ഫ്രണ്ട് ഓഫ് പാർട്ടാണ് നമുക്ക് കിട്ടിയത് 19 ഇഞ്ച്. അപ്പോൾ 19ന്റെ പകുതി എത്രയാണ് നമുക്ക് കിട്ടിയെന്ന് നമ്മൾ ഈ 19 നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പാടില്ല. ഇത് സെൻട്രലൈസ് കണ്ടിട്ട് വേണം മാർക്ക് ചെയ്യാം. അപ്പോൾ 19 ഇഞ്ചിൻ്റെ നേർ പകുതി എത്രയാണ്? ഇങ്ങനെ ടേപ്പിനെ രണ്ടായിട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ആക്കാം കേട്ടോ. 19ന്റെ പകുതി എത്രയാണ്? 9.5. അപ്പോൾ 9.5 എവിടെ വേണം? ഈ സെൻറ്റർ പോയിന്റിൽ എവിടെയാണ്? ഷേപ്പ് ലെങ്ത് 13.5 മാർക്ക് ചെയ്ത പോയിന്റിൽ വേണം. 13.5 മാർക്ക് ചെയ്ത പോയിന്റിൽ വേണം ഷേപ്പ് റൗണ്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ 9.5 നമ്മൾ ആ സെൻറ്ററിൽ ഇതിങ്ങനെ വയ്ക്കണം. കണ്ടോ? നെക്കിൻ്റെ പോയിന്റ് ഞാൻ സെൻറ്ററിലായി വരച്ചില്ലായിരുന്നു. 9.5 ഇങ്ങോട്ട് കൊടുക്കുക +9.5 ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ 9.5 + 9.5 പറഞ്ഞ് 19 ഇഞ്ചാണല്ലേ? ഷേപ്പ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ എങ്ങനെ കിട്ടിയേ? സ്ലീവ് റൗണ്ട് കിട്ടിയത് 5 ആയിരുന്നു. ചെസ്റ്റ് റൗണ്ട് 40 ആയിരുന്നു. അളവ് ടോപ്പിൽ നമുക്ക് ഫ്രണ്ട് ഓഫ് പാർട്ട് 20 ഇഞ്ച് കിട്ടിയില്ലേ? 20 ഇഞ്ച് നമ്മൾ ഈ നെക്ക് ഷോൾഡർ പിടിച്ച് നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിന്റ് ഒരു ലൈൻ വരച്ചതിന് ശേഷം വേണം
ആ 20 ഇഞ്ച് മാർക്ക് ചെയ്യാം. കറക്റ്റ് ഈ ചെസ്റ്റിൻ്റെ പോയിന്റിൽ നമ്മൾ 10 ഇഞ്ച് ഇങ്ങോട്ടും 10 ഇഞ്ച് ഇങ്ങോട്ടും, അപ്പോൾ സെൻട്രലൈസ് ചെയ്തിട്ട് വേണം ഈക്വലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട്. അടുത്ത സ്റ്റെപ്പ് ഷേപ്പ് ലെങ്ത് 13.5. ആ പോയിന്റ് കണ്ടിട്ട് നമ്മുടെ ആ നെക്കിൻ്റെ നേരെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചില്ലേ, ആ പോയിന്റിൽ നമുക്ക് ഫ്രണ്ട് ഷേപ്പ് റൗണ്ട് ടോപ്പിൽ കിട്ടിയത് 19 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേരം വേണ്ടി ടേപ്പ് കണക്ക് കാണിച്ചിട്ടില്ലേ, അപ്പോൾ 9.5 ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ച് മാർക്ക് ചെയ്യുക. പ്ലസ് 9 ചെയ്യുന്നത് നമുക്ക് 19 ഇഞ്ച്. അപ്പോൾ സ്ലീവ് റൗണ്ട്, ചെസ്റ്റ് റൗണ്ട്, ഷേപ്പ് ലെങ്ത്, ഷേപ്പ് റൗണ്ട് ടു ബോട്ടം റൗണ്ട്. താഴെ വണ്ണത്തിലേക്ക് നമ്മൾ ബോട്ടം റൗണ്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? സ്ലീവ് റൗണ്ട്, ചെസ്റ്റ് റൗണ്ട്, ഷേപ്പ് റൗണ്ട് ടു ബോട്ടം റൗണ്ട്. ആ ഷേപ്പ് റൗണ്ടിൽ നമ്മളിതിങ്ങനെ ടേപ്പിൽ പിടിച്ചിട്ട് ഇങ്ങനെ എ ലൈൻ ടോപ്പ് നമ്മൾ ചെയ്യുന്നില്ലേ, അതുപോലെ എല്ലാത്തിനും ഞാൻ വീഡിയോ ഇട്ടേക്കാം കേട്ടോ. ഈ പോയിന്റിലേക്ക് ബോട്ടം റൗണ്ടിലേക്ക് നമ്മളിത് ഇങ്ങനെ പിടിച്ചിട്ട് ഷേപ്പ് ടു ബോട്ടം റൗണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഇത് മാർക്ക് ചെയ്തതുപോലെ തന്നെ ഇപ്പുറ സൈഡും നമ്മൾ മാർക്ക് ചെയ്തു. എപ്പോഴും തയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ തയ്ക്കുന്നത്? ഈ സൈഡിൽ ഇങ്ങനെ തയ്ച്ചെടുക്കും അല്ലേ. വീണ്ടും നമുക്ക് ഈ സൈഡ് തയ്ക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് തയ്ക്കാമോ? ഒരിക്കലും ചെയ്യരുത്. എന്നാൽ നമ്മുടെ വലത് സൈഡിലെ തുണി ഒരിക്കലും കിടക്കരുത്. എപ്പോഴും തുണി ഇടത്ത് സൈഡിലെ കിടക്കാവുള്ളൂ കേട്ടോ. ഇടത്ത് സൈഡിൽ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഇട്ടിട്ട് വീണ്ടും നമ്മൾ ആ 5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ 5 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യുക, ഈ വിരൽ സപ്പോർട്ട് ചെയ്ത് വെച്ച്, ഈ വിരലിങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഷേപ്പിൻ്റെ ഭാഗത്തും മാർക്ക് ചെയ്തത് വിരൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷേപ്പ് റൗണ്ടിൻ്റെ ഭാഗത്ത് കണ്ടോ, നമ്മൾ മാർക്ക് ചെയ്തത് ആ വിരലിങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ഈ സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ബോട്ടം റൗണ്ടിലേക്ക് ഈ ടേപ്പിനെ ഇങ്ങനെ പിടിച്ചാലേ നമ്മൾ സ്റ്റൈൽ യൂസ് ചെയ്യാം കേട്ടോ. ആ ഷേപ്പ് ചെസ്റ്റ് ടു ഷേപ്പ് ടു ബോട്ടം റൗണ്ട് ഈ സൈഡിലും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് നമ്മൾ കറക്റ്റ് പോയിന്റ് കിട്ടിക്കോളൂ കേട്ടോ. കേട്ടോ, അപ്പം നമ്മൾ ആ ഈ ചെറിയ റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ അളവിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തു അല്ലേ, ആ അളവിലേക്ക് ആക്കിയെടുക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ.